നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. പച്ചക്കറി വിലക്കയറ്റം താങ്ങാവുന്നതിനപ്പുറത്തേക്ക് കടന്നതോടെ ജനം പ്രതിസന്ധിയിൽ. പച്ചക്കറിക്കൊപ്പം മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും വില മാറ്റമില്ലാതെ തുടരുന്നു. ക്യാരറ്റ്, ചേന എന്നിവയുടെ വില സെഞ്ചുറിയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും വില ഡബിൾ സെഞ്ചുറിയും കടന്നു. തക്കാളി, സവാള എന്നിവയുടെ വിലയിൽ മാത്രമാണ് അല്പം ആശ്വാസം. വിലക്കയറ്റത്തിന് പുറമെ സാധനങ്ങളുടെ ലഭ്യതക്കുറവും കച്ചവടത്തെ ബാധിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. ക്യാരറ്റ്, ഇഞ്ചി എന്നിവയുടെ വില അടുത്തിടെ കിലോയ്ക്ക് 15 മുതൽ 20 രൂപ വരെ വർദ്ധിച്ചു. ക്യാരറ്റിന് കിലോയ്ക്ക് 130 രൂപ വരെയാണ് ചില്ലറ വിൽപ്പന. 100 മുതൽ 110 വരെയാണ് ചേനയുടെ വില. കത്രിക, വഴുതന എന്നിവയുടെ ഹോൾസെയിൽ വില കിലോയ്ക്ക് 80 മുകളിലാണ്. ഊട്ടി ബീട്രൂട്ടിൻ്റെ വിലയിലും കാര്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. മേട്ടുപ്പാളയത്തു നിന്നാണ് ക്യാരറ്റ് എത്തുന്നത്. വെണ്ടയ്ക്ക, അമരയ്ക്ക എന്നിവ പാവൂർ സത്രം, അലേകുളം എന്നിവിടങ്ങളിൽ നിന്നും. മറ്റ് പച്ചക്കറികൾ മൈസൂരു, കോയമ്പത്തൂർ, തമിഴ്നാട്, കമ്പം, തേനി എന്നിവിടങ്ങളിൽ നിന്നുമാണ് എത്തുന്നത്. അതേസമയം പച്ചക്കറി കിറ്റുകളുടെ വില 200 കടന്നു. പലപ്പോഴും പച്ചക്കറി കടകളെ ജനകീയമാക്കിയിരുന്നത് കിറ്റുകളായിരുന്നു. എന്നാൽ ഇവ നിലവിൽ നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. 100 രൂപയുടെ കിറ്റാണ് ഒട്ടുമിക്ക കടകളിലും നൽകിയിരുന്നത്. എന്നാൽ പച്ചക്കറിയുടെ വില വർദ്ധിച്ചതോടെ ഇതേ അളവിലുള്ള കിറ്റിന് 200 രൂപ വാങ്ങേണ്ട അവസ്ഥയാണെന്ന് കച്ചവടക്കാർ പറയുന്നു. കിറ്റിലെ സാധനങ്ങളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. ചിങ്ങത്തിലെ കച്ചവടത്തിലാണ് പ്രതീക്ഷയെന്ന് കച്ചവടക്കാർ പറയുന്നു. വഴിയോര കച്ചവടങ്ങളും വാഹനങ്ങളിലുള്ള കച്ചവടങ്ങളും പെരുകിയത് മൂലം പച്ചക്കറി കടകളിൽ കച്ചവടം ഗണ്യമായി കുറയുന്നുണ്ട്. എന്നാൽ നിയന്ത്രണമില്ലാതെ കൂടിയിരുന്ന ചിക്കൻ്റെ വിലയിൽ നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റിൽ കോഴി കിലോയ്ക്ക് ഒരു മാസം മുൻപ് വരെയുണ്ടായിരുന്ന 185 രൂപ ഇപ്പോൾ 140 കോഴിയിറച്ചിക്ക് കിലോയ്ക്ക് 270 രൂപ വരെ വിലയുണ്ടായിരുന്നു. വില കൂടാൻ തുടങ്ങിയതോടെ വിപണിയിൽ ചിക്കൻ വ്യാപാരത്തിന് നേരിയ ഇടിവും അനുഭവപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ ഫാമുകളിൽ കോഴി ഉൽപ്പാദനം വളരെ കുറവാണ്. കനത്ത ചൂട് കാരണം കോഴി ഉൽപ്പാദനം ഇത്തവണ കുറയുകയും ചെയ്തു. പ്രധാനമായും ചിക്കൻ എത്തുന്നത് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇതര സംസ്ഥാനത്തും ഫാമുകളിൽ കോഴി ഉൽപ്പാദനം കുറഞ്ഞതും തിരിച്ചടിയായി. ചിക്കൻ്റെ വില നിർണ്ണയിക്കുന്നത് തമിഴ്നാട്, കർണാടക ലോബിയാണ്. ഫാമിലേക്ക് നൽകുന്ന കോഴിക്കുഞ്ഞിന് ഒരെണ്ണത്തിന് 18 മുതൽ 32 രൂപ വരെയാണ് വില. ഏകീകൃത വിലയില്ലാത്തതും കോഴിക്ക് വില കൂടാൻ കാരണമായി. ഇറച്ചിക്കോഴി കിലോയ്ക്ക് 87 രൂപ എന്ന സർക്കാരിൻ്റെ കേരള ചിക്കൻ പദ്ധതിയും എങ്ങും എത്തിയതുമില്ല. അതേസമയം മത്സ്യവിലയും സാധാരണക്കാരെ കൊല്ലുകയാണ്. മത്തി കിലോയ്ക്ക് 380 രൂപ വരെയാണ് വില. അയല 350, ചെമ്മീൻ 950 എന്നിങ്ങനെ പോകുന്നു പെടപടക്കണ വില. മത്സ്യങ്ങൾ ഇപ്പോൾ കൂടുതലും എത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കടൽ മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞതും മീൻ വില കൂടാൻ കാരണമായിട്ടുണ്ട്. വളർത്തുമീനിനും വിലയാണ്. കട്ല, രോഹു, മൃഗാല, കരിമീൻ, തിലാപ്പിയ, പൊടിമീൻ എന്നിവയാണ് സംസ്ഥാനത്ത് പ്രധാനമായും വളർത്തുന്ന മീനുകൾ. തിലാപ്പിയാണ് കൂടുതൽ. കട്ല, രോഹു, മൃഗാല തുടങ്ങിയ വലിയ മീനുകൾക്ക് കിലോയ്ക്ക് 250 രൂപയാണ് വില. തിലാപ്പിയയ്ക്ക് 380 രൂപയോളം വിലയുണ്ട്. ഒരു ദിവസം 8 കിലോഗ്രാം വരെ മത്സ്യം ഒരു തൊഴിലാളിക്ക് ലഭിക്കുമായിരുന്നു. ഇപ്പോഴത് 2 കിലോയായി കുറഞ്ഞു. കട്ല 300, തളയൻ 250 എന്നിങ്ങനെയാണ് വില. ആവൂലി, അയലക്കൂറയ്ക്ക് 750 മുതൽ 850 രൂപ വരെ വിലയായി. ചെമ്മീനും മാലാനും വില 400 രൂപയായി. ട്രോളിംഗ് നിരോധനവും കാലവർഷവും ആരംഭിച്ച സാഹചര്യത്തിൽ മത്സ്യവില ഇനിയും കൂടിയേക്കും. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.